ബർഗർ நல்லா இருக்கும். സൂപ്പർ. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ വിചാരിക്കും ഇത് ബണ്ണാണെന്നല്ലേ? ബൺ തന്നെയാണ്, പക്ഷേ അത് സാധാരണ ബണ്ണല്ല കേട്ടോ. നമ്മുടെ ബർഗറിനെയൊക്കെ തോപ്പിക്കുന്ന രീതിയിൽ നല്ല കിടിലൻ ടേസ്റ്റുള്ള, അത്രയ്ക്ക് സോഫ്റ്റായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബീറ്റ്റൂട്ട് ബണ്ണാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഇതങ്ങോട്ട് ഉണ്ടാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കാണാനും ഒരു നല്ല അട്രാക്ഷൻ ആയിരിക്കും. അതിനകത്ത് നമ്മൾ ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റ് ഒക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയത് കാരണം നല്ലൊരു ഹെൽത്തി വേർഷനിലുള്ള നല്ല ഒരു ബണ്ണാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ, അതിൻ്റെ അകം നോക്കിക്കേ, എത്ര സോഫ്റ്റ് ആണെന്ന് നോക്കിക്കുക. ആ ബീട്രൂട്ടിൻ്റെ കളറും ഒക്കെ ചേർന്നിട്ട് നമുക്ക് കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും ഈ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ച് നമ്മുടെ ശരീരവും നമ്മുടെ ആരോഗ്യവും വയറും ഒക്കെ നശിപ്പിച്ച് കളയാതെ നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ ഹെൽത്തി വേർഷനിൽ എത്രയോ സ്നാക്കുകൾ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഈ ബണ്ണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇളം ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂണിനേക്കാളും കുറച്ചുകൂടെ ഈസ്റ്റും അല്പം പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഒരു നല്ല മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലോട്ടൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം അതിൻ്റെ ജ്യൂസ് നമുക്കൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കണം. ഇനി ഞാനിവിടെ ഈ ബണ്ണ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് മൈദയൊന്നുമല്ല, ഗോതമ്പ് മാവ് മാത്രമാണ്. നല്ല ഹെൽത്തി വേർഷനിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. മൈദയൊക്കെ നമ്മുടെ ശരീരത്തിന് എന്തുമാത്രം കേടുവരുത്തുന്ന ഒരു സാധനമാണ്. ഗോതമ്പ് മാവ് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ജ്യൂസ് 3/4 കപ്പ് അങ്ങനെ 1.5 കപ്പ് ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്പം വെള്ളം ചേർത്ത് തന്നെ അരിച്ചെടുത്തതാണ്. ഇനി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഈസ്റ്റ് നന്നായി ആക്ടിവേറ്റായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ആ ഗോതമ്പ് മാവിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോസസ്സ് തുടങ്ങാം. എന്ത് പ്രോസസ്സാണ്? നമ്മളതങ്ങനെ മിക്സ് ചെയ്യണം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ആ ആക്ടിവേറ്റായ ഈസ്റ്റ് അങ്ങോട്ട് ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതൊന്ന് നമുക്ക് കുഴച്ചെടുക്കണം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് വേണം കുഴയ്ക്കാൻ കേട്ടോ. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഞാനീ പറഞ്ഞ ഈ അളവിന് 1 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് അതും നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കഴിക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ച് എടുത്തതിന് ശേഷം നമ്മളത് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ, ഒന്ന് നമ്മുടെ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ചപ്പാത്തി പലകയുടെ മേളിലോ എങ്ങാനും വെച്ച് നന്നായിട്ട് ഇതുപോലെ തേച്ചൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് തേച്ച് കുഴയ്ക്കുമ്പോഴാണ് ബൺ നല്ലപോലെ സോഫ്റ്റ് ആവുന്നത്. ഇതേ കണ്ടില്ല, എൻ്റെ കയ്യിലൊക്കെ കുറച്ച് വെള്ളം പോലെയൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതാണ് നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ് ബണ്ണിന് കേട്ടോ. മാവ് ഇതുപോലെ ഇരിക്കണം. വെള്ളമൊക്കെ കൂടി പോയാലൊക്കെ നമുക്ക് മാവ് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. ഇനി അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം ഓയിൽ അതിൻ്റെ മുകളിലോട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ഏതെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഒരു കോട്ടൺ തുണി എടുത്തിട്ട് അതൊന്ന് മൂടി 1/2 മണിക്കൂറോ ഇല്ലെങ്കിൽ 1 മണിക്കൂറോ വച്ചേക്കുക. നമ്മുടെ നല്ല വെള്ള തോർത്തായാലും മതി. എന്നിട്ട് ഞാനിപ്പോൾ ഒരു 3/4 മണിക്കൂറൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടില്ലേ, മാവ് നല്ല ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊങ്ങി വരണം. ഇങ്ങനെ പൊങ്ങി വന്നാലേ നമുക്ക് ബൺ നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതേ കണ്ടില്ലേ, ഒറ്റ ഇടി കൊടുത്താൽ നമ്മുടെ കൈ അങ്ങനെ പൊതഞ്ഞങ്ങ് പോകും അകത്തോട്ട്. അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് ഈ മാവ്. അപ്പം ഇത് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഉരുട്ടിയൊക്കെ എടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ ബണ്ണിൻ്റെ ഷേപ്പിൽ കേക്ക് ട്രേയിൽ ഉരുട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുക, വീണ്ടും അത് ആ ഉരുട്ടി വെച്ചതിന് ശേഷം വീണ്ടും ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഒന്ന് മൂടി വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ വെളുത്ത എള്ളുണ്ടല്ലോ, ആ വെളുത്ത എള്ള് മുകളിലേക്ക് ഇങ്ങനെ തൂവി കൊടുക്കുക. നിങ്ങൾക്ക് പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത പൊടിച്ചതും വേണമെങ്കിൽ കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ ഞാനൊരു 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തപ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ബണ്ണായിട്ടുണ്ട്. ഇനി ഓവൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന കുക്കറിലോട്ട് നമ്മൾ പാത്രത്തിൽ വെച്ച് കൊടുത്ത് ഒരു
45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ നല്ല ചൂടുള്ള ബട്ടറിൽ മല്ലിയില അരച്ചതും അല്പം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലേക്കൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ ഫ്ലേവർ ഉണ്ടാവും. നമുക്ക് കഴിക്കുമ്പോഴത്തേക്കും ആ ബർഗറൊക്കെ കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ അവരത് ബർഗറാണ് എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ അങ്ങ് കഴിക്കും. ഇപ്പം എന്തേ ഉടച്ചൊക്കെ നോക്കിയപ്പോഴത്തേക്കും അകത്ത് എന്ത് സോഫ്റ്റാണെന്നറിയോ, നല്ല സോഫ്റ്റാണ്. ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ബൺ പോലും തോറ്റു പോകുന്ന രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി വേർഷനിലുള്ള ഒരു ബണ്ണാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നിങ്ങൾ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബണ്ണാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.